KSRTC നേരിട്ട് നടത്തുന്ന പുക പരിശോധനാ കേന്ദ്രത്തിൽ വൻ തട്ടിപ്പ്. KSRTC ബസ്സുകൾക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് പരിശോധന ഇല്ലാതെ മാനന്തവാടിയിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്കും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കാലപ്പഴക്കം ചെന്ന ബസ്സുകൾക്കും പുതിയ ബസ്സുകൾക്കും ഒരേ തോതിലുള്ള പുകയുടെ സർട്ടിഫിക്കറ്റാണ് എന്നുള്ളതാണ് രേഖകൾ. ജനം ടിവിക്ക് ജനം ബ്രേക്കിംഗ്. ഏറെ കൊട്ടിഘോഷിച്ചാണ് തിരുവനന്തപുരത്ത് KSRTC സ്വന്തമായി പുക പരിശോധനാ കേന്ദ്രം ആരംഭിച്ചത്. യാത്രാ ഫ്യൂവൽസ് എന്ന പേരിൽ തിരുവനന്തപുരം വികാസ് ഭവനിൽ പ്രവർത്തിക്കുന്ന പുക പരിശോധനാ കേന്ദ്രത്തിൽ നടക്കുന്നത് പൂർണ്ണമായും തട്ടിപ്പാണ്. വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ സർവീസ് നടത്തുന്ന KSRTC ഓർഡിനറി ബസ്സിന് തിരുവനന്തപുരത്ത് നിന്നും പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകുന്നു. ബസിന്റെ നമ്പർ പതിപ്പിച്ച ഒരു ഫോട്ടോയുടെ പിൻബലത്തിലാണ് പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. പരിശോധന നടത്തുമ്പോൾ നടത്തേണ്ട എല്ലാ മാനദണ്ഡങ്ങളും KSRTC പുക പരിശോധനാ കേന്ദ്രം അട്ടിമറിക്കുന്നുവെന്ന് ഇതിലൂടെ വ്യക്തം. KSRTC പുക പരിശോധനാ കേന്ദ്രത്തിന്റെ മറ്റൊരു അത്ഭുത സൃഷ്ടി ഇനി കാണുക. ഇത് 1989 KSRTCയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബസ്സാണ്. ഇതിലെ പുകയുടെ തോതും 2016 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബസിന്റെ പുകയുടെ തോതും ഒരേ അളവിലാണ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. ഇതും വലിയ തട്ടിപ്പാണ്. വാഹനപുക പരിശോധന നടത്തുമ്പോൾ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ക്ലോസ് ഫോട്ടോയും അകലെ നിന്നുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോയും വാഹനവും പുക പരിശോധനാ കേന്ദ്രവും തമ്മിൽ കാണാവുന്ന തരത്തിലുള്ള ഒരു വീഡിയോയും സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാർ നിയമം. ഇതും ഇവിടെ അട്ടിമറിക്കപ്പെടുന്നു. സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങൾ കാണുക. പുക പരിശോധനാ കേന്ദ്രത്തിന്റെ കസേരയും വാതിലുകളും കാണിക്കുന്ന വീഡിയോയാണ് KSRTCയുടെ പുക പരിശോധനാ കേന്ദ്രത്തിൽ നിന്നും സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ തട്ടിപ്പിന് ഒത്താശ ചെയ്യുന്നത് KSRTC ഉന്നത ഉദ്യോഗസ്ഥരാണെന്ന് ഇതിലൂടെ വ്യക്തം. ഇത്തരക്കാർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ ഗതാഗത മന്ത്രി തൻ്റെ വകുപ്പിലെ തട്ടിപ്പിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് കാത്തിരുന്നു കാണാം. വിനീഷ്, ജനം, തിരുവനന്തപുരം. വാർത്തയുടെ വിവരങ്ങളുമായി വാർത്ത റിപ്പോർട്ട് ചെയ്ത വിനീഷ് നമുക്കൊപ്പം ചേരുകയാണ്. വിനീഷ്, KSRTC നേരിട്ട് നടത്തുന്ന പുക പരിശോധനാ കേന്ദ്രത്തിൽ നടക്കുന്ന വൻ തട്ടിപ്പാണ് നമ്മൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങൾ വിനീഷിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി? രാഖി, നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തട്ടിപ്പാണ് KSRTCയുടെ കീഴിൽ നടക്കുന്ന ഈ പുക പരിശോധനാ കേന്ദ്രത്തിലുള്ളത്. നമുക്കറിയാം, തിരുവനന്തപുരം PMGക്ക് സമീപം വികാസ് ഭവനോട് ചേർന്നാണ് ഈ KSRTCയുടെ ഈ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ ഓഫീസിൽ വലിയ ഈ പുക പരിശോധനാ കേന്ദ്രത്തിൽ നടക്കുന്നത് വൻ തട്ടിപ്പാണ്. കാരണം ഈ സ്ഥലത്തേക്ക് KSRTCയുടെ ബസ്സുകൾ എത്തിക്കാതെ തന്നെ KSRTC പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നു. KSRTC ബസ്സുകൾക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട തട്ടിപ്പ്. ഇതിൽ പ്രധാനമായും നമുക്ക് ഒരു രേഖകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് മാനന്തവാടിയിൽ സർവീസ് നടത്തുന്ന ഓർഡിനറി ബസ്സുകൾ തിരുവനന്തപുരത്തെ ഈ വികാസ് ഭവനിലെ ഈ ഒരു പൊല്യൂഷൻ കേന്ദ്രത്തിൽ നിന്ന് KSRTCയുടെ കീഴിലുള്ള പൊല്യൂഷൻ കേന്ദ്രത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിരിക്കുന്നു. ഇതിൽ വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് KSRTCയുടെ അവിടെ ബസ് സ്റ്റാൻഡിൽ, മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ ഒതുക്കിയിട്ടിരിക്കുന്ന ബസ്സിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ച് നൽകിയതിന് ശേഷമാണ് ഈ ഫോട്ടോ മാത്രമാണ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു പൊല്യൂഷൻ ടെസ്റ്റ് നടത്തുമ്പോൾ ചെയ്യേണ്ട കുറേ മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് KSRTCയിലെ വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ബസ്സുകൾക്ക് KSRTCയുടെ തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, KSRTCയുടെ തന്നെ പുക പരിശോധനാ കേന്ദ്രം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വ്യാജമായി നൽകുന്നു. KSRTC ബസ്സുകൾക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് പരിശോധന ഒന്നും തന്നെ ഇല്ലാതെയാണ്. ഒപ്പം തന്നെ മാനന്തവാടിയിൽ സർവീസ് നടത്തുന്ന
ബസ്സുകൾക്കും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് എന്നുള്ളതാണ്. കാലപ്പഴക്കം ചെന്ന ബസ്സുകൾക്കും പുതിയ ബസ്സുകൾക്കും ഒരേ തോതിലുള്ള പുകയുടെ സർട്ടിഫിക്കറ്റ് രേഖകൾ ജനം TV പുറത്ത് വിടുകയായിരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. വിനീഷ് നമുക്കൊപ്പം തുടരുകയാണ്. വിനീഷ്, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അവിടെ നടന്ന വമ്പൻ തട്ടിപ്പ് കഥകളെ കുറിച്ചാണ്. വിനീഷിന് തുടരാം. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം, ഈ ഫോട്ടോകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് KSRTCയുടെ ബസ്സുകളുടെ ഫോട്ടോ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഇവിടുത്തെ ഈ പൊല്യൂഷൻ സ്ഥാപനത്തിലേക്ക്, പുകപരിശോധനാ സ്ഥാപനത്തിലേക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാ മാനദണ്ഡങ്ങളും തെറ്റിച്ചുകൊണ്ട് ഈ ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ KSRTC പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. അങ്ങനെ ഒരു വലിയ തട്ടിപ്പ് അവിടെ നടക്കുന്നു. സമാനമായ രീതിയിലുള്ള തട്ടിപ്പ് എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് മറ്റൊരു വലിയ തട്ടിപ്പാണ്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിച്ചിട്ടുള്ളത് 1989 രജിസ്റ്റർ ചെയ്ത KSRTയുടെ ബസ്സിനും, അത് ഡീസൽ ബസ്സാണ്, ആ ബസ്സിനും 2016 രജിസ്റ്റർ ചെയ്ത KSRTC ബസ്സിൻ്റെയും പുകപരിശോധന തോത് എന്ന് പറയുന്നത് ഒരേ അനുപാതത്തിലാണ്. എന്ന് പറയുമ്പോൾ ഈ പുകപരിശോധന അവിടെ നടക്കുന്നില്ല. നമ്മൾ അത്തരത്തിലുള്ള നിരവധി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ പുകപരിശോധന സർട്ടിഫിക്കറ്റുകൾ നമ്മൾ KSRTC ബസ്സിൻ്റെ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ KSRTC ബസ്സുകളുടെയും പൊല്യൂഷൻ ടെസ്റ്റ് നടത്തിയിരിക്കുന്ന ഈ ബസ്സുകളുടെ സർട്ടിഫിക്കറ്റ്, ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പുകപരിശോധന തോതിൻ്റെ അനുപാതം ഒരേ തരത്തിൽ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വലിയൊരു തട്ടിപ്പ് അല്ലാത്ത തരത്തിലും ഈ പരിശോധന നടത്തുന്നതിൽ ഈ ഒരു KSRTCയുടെ കീഴിലുള്ള പുകപരിശോധനാ കേന്ദ്രത്തിൽ നടക്കുന്നു എന്നതാണ്. നിരവധി സർട്ടിഫിക്കറ്റുകൾ നമ്മൾ വാർത്തയുടെ ഭാഗമായി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ മറ്റൊരു തട്ടിപ്പ് നടത്തുന്നത് ഇത്തരത്തിലാണ്. ഈ സൈറ്റിൽ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ സൈറ്റിൽ ഈ പുകപരിശോധന നടത്തുമ്പോൾ പുകപരിശോധനയുടെ ഭാഗമായി അപ്ലോഡ് ചെയ്യേണ്ട ചില ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യേണ്ടതിന് ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ എല്ലാം അട്ടിമറിക്കപ്പെടുന്നു. കാരണം ആദ്യം ഈ പുകപരിശോധനാ കേന്ദ്രത്തിൻ്റെ മുന്നിൽ നിന്ന് ഈ വാഹനം വളരെ ക്ലിയറായി എസ്റ്റാബ്ലിഷ് ആകുന്ന തരത്തിൽ ഫോട്ടോ എടുത്തിട്ട് കൃത്യമായി തന്നെ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം ഇവിടെയാണ്, ആ സ്ഥലത്ത് വച്ചാണ് പുകപരിശോധന നടത്തിയത് എന്ന് ഉറപ്പാക്കാനായി ഈ വാഹനവും ഈ പുകപരിശോധനാ കേന്ദ്രവും ഒരുമിച്ചുള്ള ദൃശ്യം അത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഇതേ സമയത്ത് ഈ പുകപരിശോധന നടത്തുന്ന സമയത്ത് തന്നെ അത് അപ്ലോഡ് ചെയ്യണം. ആ അപ്ലോഡ് ചെയ്യുന്ന ദൃശ്യങ്ങളിൽ പോലും വലിയ തട്ടിപ്പാണ് ഈ KSRTCയുടെ കീഴിലുള്ള പുകപരിശോധനാ കേന്ദ്രത്തിൽ നടന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ തട്ടിപ്പ് ഇങ്ങനെയാണ്. അവിടെയുള്ള ഒരു സറൗണ്ടിങ് ഏരിയയുടെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ എല്ലാ സ്ഥലത്തെയും ഒരു വീഡിയോ എടുത്തതിന് ശേഷം ആ ഓഫീസിൻ്റെ കസേരയും കമ്പ്യൂട്ടറും ഒക്കെ കാണുന്ന തരത്തിൽ അവിടെയുള്ള ദൃശ്യങ്ങൾ അത് അപ്ലോഡ് ചെയ്ത് സൈറ്റിൽ അങ്ങനെ ഒരു കൃത്രിമം കാണിച്ചുകൊണ്ടുള്ള നടപടി. അങ്ങനെ പൂർണ്ണമായും ആ KSRTC വളരെ കൊട്ടിഘോഷിച്ച് നടത്തി തുടങ്ങിയ KSRTCയുടെ പുകപരിശോധനാ കേന്ദ്രത്തിൽ നടക്കുന്നത് വലിയ തട്ടിപ്പാണ്. അവിടെ നടക്കുന്നത് വലിയ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് ജനം TV ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. എന്തായിരുന്നാലും ഈ തട്ടിപ്പിൽ കൂട്ടുനിൽക്കുന്നത് ഉന്നത KSRTC ഉദ്യോഗസ്ഥരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് ഒരു കാരണവശാലും നടക്കില്ല. സംസ്ഥാനത്ത് ഒരു സർക്കാർ സംവിധാനത്തിൽ, ആ സർക്കാർ സംവിധാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ദുരുപയോഗമാണ്. എല്ലാ തവണയും ഗതാഗത നിയമങ്ങൾ തെറ്റിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതികരണവുമായി രംഗത്തെത്തുന്ന ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ നേരിട്ട് ഉള്ള വകുപ്പിൽ തന്നെയാണ്, KSRTCയുടെ ആ ഒരു വകുപ്പിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് മന്ത്രിയുടെ അറിവിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ മന്ത്രി ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഈ വാർത്ത പ്രേക്ഷകർ മുന്നിലേക്ക്, ജനങ്ങളുടെ മുന്നിലേക്ക് ചർച്ച ചെയ്യുന്ന സമയത്ത് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാകും ഉണ്ടാകുക എന്നത് നമുക്ക് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. രാഖി, ശരിയാണ് വിനീഷ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആ വാർത്തയിൽ ഉപയോഗിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ, അതായത് അവർ ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങൾ, ചിത്രങ്ങളെല്ലാം തന്നെ സാക്ഷ്യം പറയുകയാണ്. ഈ തട്ടിപ്പിന് KSRTCയിലെ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ ഒത്താശ എന്താണ് എന്നുള്ളത്. എന്തായാലും KSRTC നേരിട്ട് നടത്തുന്ന പുകപരിശോധനാ കേന്ദ്രത്തിലെ വമ്പൻ തട്ടിപ്പിന്റെ വാർത്തയാണ്
ജനം TV ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. യാതൊരു പരിശോധനയും ഇല്ലാതെ അല്ലെങ്കിൽ KSRTC ബസ്സുകൾക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിക്കുന്നു, അതിന് യാതൊരു പരിശോധനയും കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് വാർത്തയുടെ പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ മാനന്തവാടിയിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് പോലും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് എന്നുള്ളതാണ്. എന്തായാലും ഇത് എന്തൊരു മാജിക് ആണ് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കേണ്ടത്. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ, KB ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ എന്ത് പറയും, എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ, അതൊക്കെ കണ്ടു തന്നെ അറിയണം. വിനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.